പാർവതിയെ സ്വന്തമാക്കാൻ നോക്കിയ ശിവപുത്രന്റെ കഥ അറിയാമോ? ഒരിക്കൽ ശിവൻ തപസ് ചെയ്യുന്ന നേരം പാർവതി മഹാദേവന്റെ രണ്ടു കണ്ണുകളും മൂടിപ്പിടിച്ചു. പെട്ടെന്ന് തന്നെ പ്രപഞ്ചം മുഴുവൻ അന്ധകാരം നിറഞ്ഞു. ശിവന്റെ തൃക്കണ്ണ് തുറക്കപ്പെട്ടു. ആ കണ്ണിൽ നിന്നുള്ള ചൂടും പ്രകാശവും കാരണം പാർവതിയുടെ കൈയിൽ നിന്നും ഒരു വിയർപ്പുതുള്ളി താഴെ പതിച്ചു. പെട്ടെന്ന് തന്നെ താഴെ നിന്നും ഒരു ഭീകര ശബ്ദം കേട്ട് നോക്കിയ പാർവതിയോടു, "അത് നമ്മുടെ പുത്രനാണ്. അന്ധകാലത്തു നിന്നും ജനിച്ചതുകൊണ്ട് ഇവൻ അന്ധൻ ആണെന്നു ശിവൻ പറഞ്ഞു. ഈ സമയത്ത് അസുരരാജനായ ഹിരണ്യാക്ഷൻ ഒരു പുത്രനെ വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു. അതിൽ പ്രസന്നിച്ച ശിവൻ അന്ധകനെ ഹിരണ്യാക്ഷൻ കൊടുത്തു. കാലങ്ങൾക്കുശേഷം കൂടുതൽ ശക്തിക്കായി അന്ധകൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു വരം വാങ്ങി. തന്റെ രക്തത്തിന്റെ ഓരോ തുള്ളിയിൽ നിന്നു പുതിയ അന്ധകൻ ജനിക്കണം എന്നായിരുന്നു ആ വരം. ഇതിനിടയിൽ സുന്ദരിയായ പാർവതിയെക്കുറിച്ച് അറിഞ്ഞ അന്ധകൻ പാർവതിയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ഇതിന് ശിവനുമായി യുദ്ധം നടന്നു. എന്നാൽ വരം നേടിയ അന്ധകൻ ജനിച്ചുകൊണ്ടേയിരുന്നു. ഇത് അവസാനിപ്പിക്കാൻ ചാമുണ്ഡി പ്രത്യക്ഷപ്പെട്ടു. അന്ധകന്റെ രക്തം താഴെ വീഴാതെ പാനം ചെയ്തു. അങ്ങനെ ശിവൻ അന്ധകനെ തന്റെ ശൂലം കൊണ്ട് കൊന്നു.